നീന്തൽ ഒരു എക്സസൈസായിട്ട് കാണുന്ന ആളുകൾ അല്ലെങ്കിൽ നീന്തൽ പഠിച്ച ആളുകൾ എവിടെയെങ്കിലൊക്കെ നീന്താനെല്ലാം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ വളരെ സാവധാനം ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് സാവധാനം നീന്താൻ ശ്രമിക്കണം. കാരണം ശ്വാസത്തിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിതപ്പ് വരും, നമ്മുടെ ശരീരം പെട്ടെന്ന് തളർന്നു പോകും. അപ്പോൾ പുഴ നീന്തി കിടക്കുക, കടലിലേക്ക് നീന്തി പോവുക, അല്ലെങ്കിൽ വലിയ കുളങ്ങളിലേക്കൊക്കെ നീന്തി ചെല്ലുന്ന ആളുകൾ വളരെ ഫാസ്റ്റായിട്ട്, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ, ചെറുപ്പത്തിലൊക്കെ അവർ നന്നായിട്ട് നീന്തിയിട്ടുള്ള ആളുകളായിരിക്കും. നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ ഒരു 40-45 പ്രായം കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ നീന്തുമ്പോൾ നമ്മുടെ ശ്വാസത്തിൻ്റെ കൺട്രോൾ ശരിയാവണമെന്നില്ല. പെട്ടെന്ന് നമ്മുടെ കൈകാലുകൾ കളച്ച് പ്രശ്നങ്ങൾ വരും. അപ്പോൾ വളരെ സാവധാനം നീന്തി മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെയധികം സമയം ചെലവഴിക്കാൻ സാധിക്കും. നമ്മൾ വെള്ളത്തിൽ നീന്തി നിൽക്കുമ്പോൾ ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടാണ് നിൽക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ ഈ ശ്വാസത്തിൻ്റെ ഗതി നമ്മുടെ കൺട്രോളിലല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടല്ലോ. അപ്പോൾ നമ്മളൊരു 100 മീറ്റർ ഓടി വരുന്ന ഒരു വ്യക്തിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? 100 മീറ്റർ ഓടിക്കഴിഞ്ഞ് ഫിനിഷ് ലൈനിലെത്തിയ ആ വ്യക്തിക്ക് പിന്നെ കാര്യമായിട്ട് ഓടാൻ സാധിക്കില്ല, തളർന്നു പോകും. കാരണം അവരെല്ലാം ഊർജ്ജം അവിടെ ചിലവഴിക്കപ്പെടുക. അത് കണ്ട് നമ്മൾ മാരത്തോൺ ഓടുന്ന ആളുകൾ നോക്കി അറിയാം, അവർ വളരെ താളത്തിൽ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഓട്ടം ആരംഭിക്കുന്നത്. അപ്പോൾ അവർ കിലോമീറ്ററോളം ഓടുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഒരു മാരത്തോൺ ഓട്ടം ഓടുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ഒരു 10,000 മീറ്റർ ഓടുന്ന ആളുകളുടെ ഒരു മൂഡ്, ആ ഒരു തലത്തിൽ നിന്ന് വേണം നമ്മൾ നീന്തൽ എക്സസൈസായിട്ട് തന്നെ എടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയുക, ഗുണത്തിനേക്കാളേറെ ദോഷം ചെയ്യും. ശരീരത്തിന് വളരെയധികം ക്ഷീണം ചെയ്യും, വളരെ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ ഈ ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അത് എഫക്റ്റ് വരും ബോഡിയിലേക്ക്, നമ്മൾ കണക്കൂട്ടുന്നതിനേക്കാൾ അധികം. ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി 2-3 മണിക്കൂർ ശ്വാസം വലിച്ചു പിടിച്ച് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഒരു വെള്ളത്തിലിറങ്ങി നിർത്താണ്ട് നിന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നീന്തുക എന്നുള്ളത്. അപ്പോൾ ഈ ശ്വാസം നമ്മുടെ കൺട്രോളിലാവണം. അല്ലാത്തൊരു സമയത്ത് നീന്തൽ നിർത്തണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായി മാറും. നമ്മുടെ കൈകാലുകളൊക്കെ പെട്ടെന്ന് കുഴഞ്ഞ് തളർന്നു പോവും. അപ്പോൾ എത്ര സമയം വരെ സാവധാനം നീന്താം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ ഞാനിപ്പോൾ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ സംസാരിക്കുമ്പോഴും കാര്യമായിട്ട് മാറ്റില്ല. ഈ ഒരു താളത്തിലെ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഇപ്പം തന്നെ നമ്മൾ സാവധാനം ചെറിയ തോതിൽ ഓടുന്ന, ജോഗിങ് ചെയ്ത് പോകുന്നൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. സ്പീഡിൽ നീന്തുകയാണെങ്കിൽ വ്യത്യാസം വരും കാര്യങ്ങൾ. നമ്മുടെ കൺട്രോളിലായിരിക്കില്ലേ ശ്വാസം. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ എത്ര സമയം നീന്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് വാച്ച് ചെയ്യാം. എൻ്റെ ശ്വാസത്തിൻ്റെ ഗതി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണ്, നീന്തി കഴിഞ്ഞ് വരുമ്പോഴെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നീന്തൽ എക്സസൈസായിട്ട് കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഈ വീഡിയോ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ.
ഇപ്പോൾ 10 മിനിറ്റോളം നിർത്താണ്ട് നീന്തി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ശ്വാസത്തിൻ്റെ കൺട്രോൾ മാറി തുടങ്ങി. ഈ സന്ദർഭത്തിൽ നമ്മുടെ നാഡിയെടുപ്പ് ഒരു 120 വരെ എത്തിയിട്ടുണ്ടാവും. വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു 70 ആയിരിക്കും. ഒരു 120 130 എത്തിയിട്ടുണ്ടാവും. ശ്വാസം വലിച്ചുകൊണ്ടൊരു മനസ്സിലായില്ലേ? ഈ അവസ്ഥയിൽ അകലങ്ങളിലേക്ക് നീന്തുവാൻ സാധിക്കില്ല, ബുദ്ധിമുട്ടായിരിക്കും. പ്രായമായ ആളുകൾക്ക് കേട്ടോ, പ്രായമുള്ള ആളുകൾ പ്രത്യേകം നീന്തൽ എക്സസൈസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.